പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ശക്തിവിശേഷങ്ങളും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പിതാവായ ദൈവമക്കൾക്ക് വേണ്ടി വർഷിച്ചു കൊടുക്കുന്ന സംഭവങ്ങൾ ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ നിന്ന് സഗിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ഫോൺ വഴിയും കത്ത് വഴിയും അറിയിക്കുന്നുണ്ട്. അതിൽ ഒന്ന് രണ്ടെണ്ണം നിങ്ങളെ ശ്രദ്ധയിലേക്ക് പെടുത്താം. എന്റെ പേര് ഏലിയാസ് എന്നാണ്. ഞാൻ പട്ടാളത്തിൽ നിന്ന് പെൻഷനായി വരുമ്പോൾ ഫാമിലി പെൻഷന് അപേക്ഷിച്ചിട്ടില്ലായിരുന്നു. എന്റെ റെക്കോർഡ് പരിശോധിച്ച റെക്കോർഡ് ഓഫീസിൽ നിന്ന് എനിക്കൊരു കത്ത് ലഭിച്ചു. നിങ്ങൾ ഇതുവരെ ഫാമിലി പെൻഷൻ അപേക്ഷിച്ചിട്ടില്ല. ആയതിനാൽ എത്രയും പെട്ടെന്ന് തിരുവനന്തപുരം ഡിഫൻസ് ഓഫീസ് വഴി അപേക്ഷിക്കണമെന്ന്. ഞാൻ അപേക്ഷിക്കുകയും ചെയ്തു. സാധാരണ 6 മാസത്തിനുള്ളിൽ എല്ലാം സാക്ഷനായി വരേണ്ടതായിരുന്നു. എന്നാൽ 2 വർഷം കഴിഞ്ഞിട്ടും എനിക്ക് ഒരു റിപ്ലൈയും കിട്ടിയില്ല. ഞാൻ വളരെയധികം സങ്കടപ്പെട്ടു. ഞാൻ അങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ മുടങ്ങാതെ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. 7/10/2007 അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് ഞാൻ വളരെ സങ്കടപ്പെട്ട് എന്റെ ഈ കാര്യങ്ങൾ പറഞ്ഞ് യേശുവിന്റെ സന്നിധിയിൽ ഞാൻ കരഞ്ഞു. മറുപടി കിട്ടിയാൽ സാക്ഷ്യപ്പെടുത്താമെന്ന് നേരുകയും ചെയ്തു. 9/10/2007 എന്റെ ഫാമിലി പെൻഷൻ സാങ്ഷനായി കിട്ടി. ഹല്ലേലൂയ. 7-ാം തീയതി പ്രാർത്ഥിച്ചു, 9-ാം തീയതി സാങ്ഷൻ ചെയ്തു. ഹല്ലേലൂയ. 2 വർഷമായി മുടങ്ങി കടന്നിരുന്നത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് ലോകമെമ്പാടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് ദൈവമക്കളോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുതം സംഭവിച്ചു. വേറൊരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എന്റെ പേര് ജാനു. ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു വീട്ടമ്മയാണ്. എന്റെ ഭർത്താവ് ഒരു സംശയരോഗിയായിരുന്നു. കല്യാണം കഴിഞ്ഞ് 3-ാം ദിവസം തുടങ്ങിയതാണ് ഈ പ്രശ്നം. 20 വർഷമായി ഞാൻ കണ്ണുനീരിൽ കടലിലാണ് ജീവിക്കുന്നത്. കൂടാതെ ഇടിയും തൊഴിയും ശാരീരിക പീഡനങ്ങളും. 2 മക്കളുടെ ഭാവി ഓർത്ത് മരണവേദന അനുഭവിച്ചാണ് ഞാൻ ജീവിതം തള്ളി നീക്കിയത്. ഇങ്ങനെ ഇരിക്കവേ ഷാലോം ചാനലിൽ 8:30 അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടപ്പോൾ ഞാൻ മുട്ടുമേൽ നിന്ന് കരഞ്ഞു. അച്ഛൻ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി എന്റെ യേശു എന്റെ പ്രാർത്ഥന കേട്ടു. ഇപ്പോൾ എന്റെ ഭർത്താവിന്റെ സ്വഭാവം വലുതായി വ്യത്യാസപ്പെട്ടു. എന്റെ ഭർത്താവിന് മാനസാന്തരം ലഭിച്ചു. 20 വർഷത്തെ എന്റെ സങ്കടം നീങ്ങിപ്പോയി. യേശുവിന് കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. ഹല്ലേലൂയ. 20 വർഷം കണ്ണുനീർ കടലിൽ കടന്നിരുന്ന ഒരു കുടുംബം, 20 വർഷം സംശയരോഗിയ ഒരു മകന്റെ സംശയരോഗത്തെ ഈശോ സുഖപ്പെടുത്തി. ഹല്ലേലൂയ. മറ്റൊരു വ്യക്തിയുടെ അനുഭവം. എന്റെ പേര് പാപ്പു. എനിക്ക് പല്ല് കൂട്ടിക്കടിക്കുന്ന ഒരു രോഗമുണ്ടായിരുന്നു. സംസാരിക്കുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോൾ പോലും പല്ലുകൾ കൂട്ടിക്കടിച്ച് കറകറ എന്ന് കടിച്ചുകൊണ്ടിരിക്കും. ഇതിന്റെ ഭാഗമായി തലവേദനയും മുഖവും കഴുത്തും കണ്ണും എല്ലാം വേദനിക്കുന്ന അവസ്ഥയുണ്ടായി. വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരവസ്ഥയിലായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2007 ജൂലൈ 22-ാം തീയതിയിലെ അഭിഷേകാഗ്നി പ്രാർത്ഥനയിൽ പങ്കുചേർന്നത്. കൈകൾ ഉയർത്തി ഞാൻ കരഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മുതൽ എന്റെ രോഗം പൂർണ്ണമായി വിട്ടുപോയതായി എനിക്ക് അനുഭവപ്പെട്ടു. പിന്നീട് ഇന്നുവരെ എനിക്ക് ആ രോഗം ഉണ്ടായിട്ടില്ല. MA പാപ്പു, ശ്രീമൂലനഗരം PO, ആലുവ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന്റെ വാഗ്ദത്ത പ്രകാരം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ മേൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ഈ നിമിഷം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളെ, കണ്ണടച്ച് കരങ്ങൾ തുറന്നു പിടിച്ച് നിങ്ങളുടെ ഭാരം എന്ത്, നിങ്ങളുടെ രോഗവും നിങ്ങളുടെ കുടുംബ പ്രശ്നം എന്ത്, ആ മേഖലകൾ ദൈവശക്തി വ്യാപരിക്കാൻ ആഗ്രഹിക്കുക. നാനാജാതി മതസ്ഥരുടെ മേൽ കർത്താവ് അലിവോടെ ഇടപെടുന്ന സമയമാണിത്. അവിടത്തേക്ക് പരിധിയോ പരിമിതികളോ ഇല്ല. അവിടുന്ന് ജാതിയോ മതത്തെയോ കണക്കാക്കുന്നില്ല. അവിടുന്ന് വേദനിക്കുന്ന ജനത്തെ അനുഗ്രഹിക്കുന്നു. പ്രഭാഷകൻ 33-ാം അധ്യായത്തിൽ ഇങ്ങനെ ദൈവം വെളിപ്പെടുത്തുന്നു, തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും. ഇപ്പോൾ പ്രാർത്ഥിക്കുക മകനെ, ഇപ്പോൾ പ്രാർത്ഥിക്കുക മകളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സമൂഹത്തിലേക്ക് വ്യാപരിക്കണമേ.
ഇപ്പോൾ ഈ കുടുംബത്തിലേക്ക് വ്യാപരിക്കണമേ. ഈ വചനം കേൾക്കാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഒരുമിച്ച് കൂട്ടിയ ഓരോ മകനെയും ഓരോ മകളെയും തൊട്ട് തൊട്ട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. ഈ ദുഃഖപീഠകളിലേക്ക് യേശുവെ എഴുന്നള്ളി വരണമേ. ഈ രോഗപീഠകളിലേക്ക് യേശുവെ എഴുന്നള്ളി വരണമേ. ഇപ്പോൾ വചനം കേൾക്കുമ്പോൾ അത് ഗ്രഹിക്കാൻ പറ്റാത്ത വിധം മന്ദിച്ചുപോയ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. ഇപ്പോൾ ഒരനുഭവം ഇല്ലാതിരിക്കുന്നവരെ സ്പർശിക്കണമേ. പ്രാർത്ഥിക്കാൻ കഴിയാത്തവർ, എല്ലാത്തിനോടും മല്ലടിച്ചുകൊണ്ടിരിക്കുന്നവർ, അനുസരണ ഇല്ലാത്തവർ, വിശ്വാസം നഷ്ടപ്പെട്ടവർ, ദൈവത്തോട് മല്ലടിക്കുന്നവർ, പരിശുദ്ധാത്മാവിനോട് എതിര് നിൽക്കുന്നവർ, എല്ലാ മക്കളുടെ മേലും ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഈ വചനം വഴി, ഈ ശുശ്രൂഷ വഴി എല്ലാ കുടുംബങ്ങളിലും ഓരോ വ്യക്തികളിലും യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ആസ്മരോഗികൾ, ശ്വാസമുട്ടൽ, വലിവ് രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, സംശയ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, കുടുംബപരമായ പാരമ്പര്യ രോഗങ്ങൾ, എല്ലാ ബന്ധനങ്ങളിലേക്കും അങ്ങയുടെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, മന്ത്രവാദ ശക്തികളെ നാം ഭയപ്പെടരുത്. കൂടോത്ര ശക്തികളെ നാം ഭയപ്പെടരുത്. അച്ഛൻ 13 വർഷക്കാലത്തെ ശുശ്രൂഷകൾ നടത്തി ആയിരങ്ങളോട് സംസാരിച്ചപ്പോൾ അച്ഛന് മനസ്സിലായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരുപാട് വ്യക്തികളിൽ അവരുടെ ഉള്ളിൽ അജ്ഞാതമായ ഒരു ഭയം അവരെ അലട്ടുകയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും ഒരു തകർച്ച വരുമ്പോൾ, ഒരു ബിസിനസ് പരാജയം ഉണ്ടാകുമ്പോൾ, ഒരു ജീവിത ക്ലേശം അലട്ടുമ്പോൾ, ഒരു കൃഷിനാശം സംഭവിക്കുമ്പോൾ, കുടുംബത്തിൽ തുടരെ 3-4 പേർക്ക് രോഗങ്ങൾ വന്നു കഴിയുമ്പോൾ, ഓരോ തരത്തിലുള്ള സാമ്പത്തിക കഷ്ടങ്ങൾ വരുമ്പോൾ, ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കുകയാണ്, ആരോ എനിക്കെതിരെ എന്തോ ചെയ്തിട്ടുണ്ട്, എനിക്കെതിരെ ആരോ മന്ത്രവാദം ചെയ്തിട്ടുണ്ട്, എനിക്കെതിരെ ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ട്. ദൈവ പൈതലിന്റെ മനസ്സ് ഭയം കൊണ്ട് കലങ്ങുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ അടുത്തറിഞ്ഞതിൽ നിന്ന് അച്ഛന് നിങ്ങളോട് പറയാൻ സാധിക്കും, ഒരുപാട് പേരുടെ ഭയം അസ്ഥാനത്താണ്, ആവശ്യമില്ലാത്ത ഭയമാണ്. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു വ്യക്തി ഭയത്തിലിരിക്കുകയാണെങ്കിൽ, ആവശ്യമില്ലാത്ത ഭയത്തിലിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ആരെങ്കിലും ഇപ്പോൾ മനഃപൂർവ്വം മന്ത്രവാദം ചെയ്ത് ഉപദ്രവിക്കുന്നു എന്ന് വിചാരിക്കുക, അങ്ങനെ ഒരു ഉപദ്രവം ഏൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ചപ്പോൾ ദൈവം നൽകിയ ചില പ്രേരണകളാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് മത്തായിയുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 29, 30, 31 വാക്യങ്ങളാണ്. വചനത്തിൽ യേശു ക്രിസ്തു ഇപ്രകാരം പഠിപ്പിക്കുകയാണ്, ഒരു നാണയത്തുട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവിന്റെ അറിവ് കൂടാതെ അവയിൽ ഒന്നുപോലും നിലം പതിക്കുകയില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട, അനേകം കുരുവികളെക്കാൾ നിങ്ങൾ വിലയുള്ളവരത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു നാണയത്തൂട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവിന്റെ അറിവ് കൂടാതെ അവയിൽ ഒന്നുപോലും നിലം പതിക്കുകയില്ല. എന്നിട്ട് ദൈവപുത്രനായ യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ തലയിലെ ഓരോ മുടിനാരിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ പിതാവിന്റെ അറിവ് കൂടാതെ അവയിലൊന്നും നിലം പതിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിശക്തമായ ഒരു ദൈവിക സംരക്ഷണം ഓരോ വ്യക്തിക്കും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവമായ പിതാവ് എന്നെയും നിങ്ങളെയും പരിപാലിക്കുന്നുണ്ട്. ദൈവമായ പിതാവ് എന്നെയും നിങ്ങളെയും സംരക്ഷിക്കുന്നുണ്ട്. എനിക്കും നിങ്ങൾക്കും വരുന്നൊരു ദ്രോഹത്തെ എന്റെയും നിങ്ങളുടെയും പിതാവ് എന്നിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ദൂരെ അകറ്റാൻ എനിക്കും നിങ്ങൾക്കൊരു പിതാവുണ്ട്. ഹല്ലേലൂയ. ഭയപ്പെടരുത്. അതുകൊണ്ട് ദൈവപുത്രൻ പറഞ്ഞു, ഭയപ്പെടരുത്, ഭയപ്പെടരുത്, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരല്ലേ. വീണ്ടും ഹെബ്രായ ലേഖനത്തിൽ 13-ാം അധ്യായം 7-ാമത്തെ വാക്യം, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് കൽപ്പിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ ആത്മധൈര്യത്തോടെ നമുക്ക് പറയാം, കർത്താവാണ് എന്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തമാണ്, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. കർത്താവാണ് എന്റെ സഹായകൻ എന്ന് ആത്മധൈര്യത്തോടെ പറയണം. എല്ലാ ദിവസവും പറയണം. പേടി തോന്നുമ്പോൾ പറയണം, കർത്താവാണ് എന്റെ സഹായകൻ, അവിടുന്ന് എന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ദൈവത്തിന്റെ ശക്തമായ വാഗ്ദത്തങ്ങളാണ്. ഇനിയും സപ്പോസ് ഒരാൾ കൂടോത്രം ചെയ്തു എന്ന് വിചാരിക്കുക, ഒരാൾ മന്ത്രവാദം ചെയ്തു എന്ന് വിചാരിക്കുക, എങ്കിലും ഒരു ദൈവ പൈതൽ കുലുങ്ങരുത്. കാരണം സകല മന്ത്രവാദ ശക്തികളെക്കാൾ, സകല കൂടോത്ര ശക്തികളെക്കാൾ, സകല സാത്താന്യ ശക്തികളെക്കാൾ, സകല പൈശാചിക ശക്തികളെക്കാൾ ദൈവ പൈതലിന്റെ ശക്തി ഉയർന്നു നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊളോസസ് ലേഖനത്തിൽ 2-ാം അധ്യായം അവിടെ 10-ാമത്തെ വാക്യം, ദൈവത്തിന്റെ വചനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കൾക്ക് നൽകുന്ന ശക്തമായൊരു വെളിപ്പെടുത്തലുണ്ട്. ഇങ്ങനെയാണ് കാണുന്നത്: എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു എല്ലാ ആധിപത്യങ്ങളുടെയും എല്ലാ അധികാരങ്ങളുടെയും പൂർണ്ണതയാണ്. യേശു ക്രിസ്തുവിന് എല്ലാ അധികാരവും ഉണ്ട്, യേശു ക്രിസ്തുവിന് എല്ലാ ആധിപത്യവും ഉണ്ട്. സകല ശക്തികളും സകല സംവിധാനങ്ങളും യേശുവിന്റെ അധികാരത്തിന് കീഴിലാണ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് കൊളോസസ് ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്: യേശു ക്രിസ്തു ശിരസും നിങ്ങൾ അവിടുത്തെ ശരീരവും എത്രേ. അപ്പോൾ യേശുവും നമ്മളും തമ്മിലുള്ള ബന്ധം, യേശുവും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി തമ്മിലുള്ള ബന്ധം, യേശുവും മാമോസം മുങ്ങിയ ഒരു വിശ്വാസി തമ്മിലുള്ള ബന്ധം, ശിരസും ശരീരവും തമ്മിലുള്ള ബന്ധം പോലെ എത്രേ. ശിരസിന് എല്ലാ അധികാരങ്ങളും ഉണ്ടെങ്കിൽ ശിരസിന്റെ എല്ലാ നന്മകളും ശരീരവും പങ്കിടുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ. അപ്പോ ശിരസിനുള്ള മുഴുവൻ അധികാരവും ശരീരത്തിനുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ ശക്തികളും യേശുവിന്റെ കീഴിലാണെങ്കിൽ ആ ശക്തികളെല്ലാം തന്നെ ഒരു ദൈവ പൈതലിന്റെയും കീഴിലത്രേ. വേറൊരു വാക്കി പറഞ്ഞാൽ, സകല സാത്താന്യ ശക്തികളെയും ചവിട്ടി നടക്കാൻ, സകല സാത്താന്യ ശക്തികളെയും ചവിട്ടി മതിക്കാൻ കർത്താവ് നമുക്ക് അധികാരം തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ അവിടുന്ന് വാഗ്ദാനം നൽകുന്നതാണ്: പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ശത്രുവിന്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി 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 നടക്കാൻ അവിടുന്ന് നമുക്ക് അധികാരം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. റോമാലേഖനത്തിൽ 16-ാം അധ്യായത്തിൽ 20-ാം വാക്യം: സമാധാനത്തിന് ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വലിയൊരു അധികാരം നമ്മുടെ മേലുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെ യേശു ക്രിസ്തു ഉണ്ട്. അതാണ് കൊളോസസ് ലേഖനത്തിൽ 1-ാം അധ്യായം 27-ാം വാക്യം: ഈ രഹസ്യമാകട്ടെ, മഹത്വത്തെ കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്നത് തന്നെ. ഈ അധികാരമുള്ള ഈശോ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു. ഈ ഈശോ എന്ന ശിരസിന്റെ ശരീരമാണ് നമ്മൾ ഓരോരുത്തരും. ഈ ഈശോ ഈ അധികാരം നമ്മുടെ മേൽ പകർന്നു തന്നിരിക്കുന്നു. ഇത്രയും വലിയ വാഗ്ദത്തങ്ങളും പ്രബോധനങ്ങളും ഈ വിഷയത്തെക്കുറിച്ച് നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നാം ശത്രുവിനോട് കൽപ്പിച്ചാൽ, നാം സാത്താനോട് കൽപ്പിച്ചാൽ, നാം ചാത്തൻ സേവ മഠം വഴി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചാത്തൻ ഉപദ്രവം വഴി, ഏതെങ്കിലും ദുഷ്ടാത്മ പീഡ വഴി, ഏതെങ്കിലും പൈശാചിക ഉപദ്രവം വഴി, ഏതെങ്കിലും കൂടോത്ര ഉപദ്രവം വഴി, ഏതെങ്കിലും മന്ത്രവാദ ശക്തികൾ വഴി, ആഭിചാര പ്രവർത്തനങ്ങൾ വഴി, എതിർ പൂജകൾ വഴി എന്തെങ്കിലും ഒരു ഉപദ്രവം, എന്തെങ്കിലും ഒരു പീഡ അനുഭവിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് യേശുവിന്റെ നാമത്തിൽ അതിനെ ശാസിച്ചാൽ അത് നമ്മുടെ കീഴെ അമർന്നു പോകും. കാരണം അതിനെ ചവിട്ടി നടക്കാനുള്ള അധികാരമാണ് യേശു ക്രിസ്തു നമുക്ക് പകർന്നു നൽകിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മത്തായിയുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം: അവൻ 12 അപ്പോസ്തലന്മാരെയും അടുത്ത് വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അധികാരം കൊടുത്തു, രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താൻ ശക്തിയും നൽകി. അപ്പോൾ ചിലർ ചിന്തിക്കുകയാണ്, ഇത് അപ്പോസ്തലന്മാർക്ക് കൊടുത്ത അധികാരമല്ലേ? നമ്മളൊരു സാധാരണ വിശ്വാസി, നമുക്ക് ഈ അധികാരം ഉണ്ടോ? മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 17-ാം വാക്യം: വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും, അവർ എന്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും. വിശ്വസിക്കുന്നവരുടെ അടയാളമായി, 1-ാമത്തെ അടയാളമായി ഈശോ നൽകുന്ന എങ്ങനെയാണ്? വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും, അവർ എന്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം ഒരു ദൈവവേദന എന്റെ അടുത്ത് വന്നു. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, എനിക്ക് എപ്പോഴും 24 മണിക്കൂറും ജഡിക പാപത്തിന്റെ പീഡയാണ്, എപ്പോഴും മ്ലേച്ഛത, എപ്പോഴും അശുദ്ധി, എപ്പോഴും ദുർചിന്ത, ഇത് വിട്ടുപോകുന്നില്ല. അവൻ പറഞ്ഞു, ഇതൊരു പൈശാചിക പീഡയാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവ പൈതലേ, നിന്നോട് എന്താണ് ദൈവവചനം ഈ സമയത്ത് കൽപ്പിച്ചിരിക്കുന്നത്?
ഇങ്ങനെയാണ് നിന്റെ സ്ഥിതിയെങ്കിൽ നീ എന്ത് ചെയ്യണമെന്നാണ് വചനം കൽപ്പിച്ചിരിക്കുന്നത്. പത്രോസിലേക്ക് എഴുതി 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം വചനം പഠിപ്പിക്കുന്നു, വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. നീ ഉറച്ചു നിന്നുകൊണ്ട് നീ സാത്താന്യ ശക്തികളോട് കൽപ്പിക്കണം, നീ ശാസിക്കണം, നീ അവനെ ഓടിക്കണം. ആ ദൈവപൈതൽ പറഞ്ഞു, ഞാൻ പറഞ്ഞ പോകൂ അച്ഛാ. ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ വചനത്തിൽ നൽകിയ വാഗ്ദത്തം അനുസരിച്ച് നീ പറയുക. അവൻ പോയി. അവൻ അന്നും പിറ്റേ ദിവസമൊക്കെ അവന് ദുർചിന്തകൾ ഉണ്ടായപ്പോൾ അവൻ പറഞ്ഞു, എന്നെ പീഡിപ്പിക്കുന്ന ജഡിക ചിന്തയുടെ ദുരാത്മാവെ, എന്നെ പീഡിപ്പിക്കുന്ന വിഷയാസക്തിയുടെ ആധിപത്യ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, എന്നെ വിട്ട് പോവുക. അതിനുശേഷം അവൻ വന്ന് പറഞ്ഞ കാര്യമുണ്ട്, ഇപ്പോൾ എനിക്ക് സമാധാനം അയച്ച, ഇപ്പോൾ ഞാൻ സാധാരണ ഒരു മനുഷ്യനെ പോലെ അയച്ച. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളും ഇതുപോലെ പറയണം. പറഞ്ഞ് 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 നിങ്ങൾ കീഴ്പ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതലിന് വിജയമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം. ഇപ്പോൾ ചിലർ ചിന്തിക്കുകയാണ്, ഇതൊരു പാപ പ്രലോഭന ശക്തിയല്ലേ? ഒരാൾ എനിക്കെതിരെ മന്ത്രവാദം ചെയ്താൽ, ഒരാൾ എനിക്കെതിരെ കൂടോത്രം ചെയ്താൽ അത് ഞാൻ പറഞ്ഞ പോകുമോ? അത് എന്റെ വാക്കിനേക്കാൾ വലിയ ശക്തിയല്ലേ? അതെന്റെ വാക്കുകൊണ്ട് കീഴ്പ്പെടുമോ? പുറപ്പാടിന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ അതിനുള്ള ഉത്തരവുണ്ട്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ ഫറവോയുടെ കൊട്ടാരത്തിൽ മോശയും അഹ്റോനും ചെല്ലുകയാണ്. മോശയും അഹ്റോനും ദൈവത്തിന്റെ നിയോഗപ്രകാരം വടി നിലത്തിട്ട് വലിയ അത്ഭുതങ്ങൾ ചെയ്തു. വടി നിലത്തിട്ടപ്പോൾ അഹ്റോന്റെ വടി സർപ്പമായി മാറി. അപ്പോൾ ഫറവോ ഈജിപ്തിലെ മന്ത്രവാദികളെയും വിജ്ഞന്മാരെയും വിളിച്ചു. അവരും വന്നു. അതിനുശേഷം അവരെന്താണ് ചെയ്തത്? 7-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യം, മന്ത്രവാദികളെ തങ്ങളുടെ മന്ത്രവിദ്യയാൽ ഈജിപ്തിലെ മന്ത്രവാദികളും അപ്രകാരം തന്നെ ചെയ്തു. അപ്പോൾ ഇന്ന് വൈദികർ ചെയ്യുന്നത് പോലെ, ഇന്ന് സുവിശേഷ വേലക്കാർ ചെയ്യുന്നത് പോലെ, ഇന്ന് യേശുവിന്റെ ദാസന്മാരും ദാസിമാരും ചെയ്യുന്നത് പോലെ ചിലപ്പോൾ മന്ത്രവാദികളും ചെയ്തു എന്ന് വരാം. പ്രൈസ് ദി ലോർഡ്. മന്ത്രവാദികളും അപ്രകാരം ചെയ്തു. അവർ ഓരോരുത്തരും തങ്ങളുടെ വടികൾ നിലത്തിട്ടപ്പോൾ അവ സർപ്പങ്ങളായി മാറി. എന്നാൽ അഹ്റോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവപൈതലേ, നിനക്കെതിരെ ഏത് കൊടിയ മന്ത്രവാദി എന്തു ചെയ്താലും, നിനക്കെതിരെ ഏത് കൂടോത്രക്കാരൻ എന്തു ചെയ്താലും, നിനക്കെതിരെ ഏത് ക്ഷുദ്രക്കാരൻ എന്തു ചെയ്താലും, നിന്റെ വടി അവന്റെ വടികളെ വിഴുങ്ങിക്കളയും. നിന്റെ വാക്ക് അവന്റെ വാക്കുകളെ വിഴുങ്ങിക്കളയും. അവന്റെ പ്രാർത്ഥനയെ നിന്റെ പ്രാർത്ഥന വിഴുങ്ങിക്കളയും. നിനക്കെതിരെയുള്ള എല്ലാ എതിർ പ്രാർത്ഥനകളെയും വിഴുങ്ങാൻ തക്ക ശക്തിയുള്ളതാണ് യേശുവിന്റെ നാമത്തിലുള്ള നിന്റെ പ്രാർത്ഥന, യേശുവിന്റെ നാമത്തിലുള്ള നിന്റെ കൽപ്പന, യേശുവിന്റെ നാമത്തിലുള്ള നിന്റെ ഓരോ ഉദ്യമങ്ങളും. നിനക്കെതിരെയുള്ള ഓരോരുത്തരുടെ ഉദ്യമങ്ങളെ നിർവീര്യമാക്കാൻ പവറുള്ളതത്രേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവിന്റെ കാലത്ത് യേശുവിനെ പ്രലോഭിപ്പിക്കാൻ ചില ദുഷ്ടാത്മാക്കൾ യേശുവിന്റെ അടുത്ത് വന്നു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 10-ാം വാക്യം, യേശു പറഞ്ഞു, സാത്താനെ ദൂരെ പോവുക. സാത്താൻ യേശുവിനെ വിട്ടൊഴിഞ്ഞു പോയി. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം, പൗലോസ് അപ്പോസ്തലൻ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ബാലികയിൽ ദുരാത്മാവ് ഉണ്ടായിരുന്നപ്പോൾ ആ ബാലിക വഴി ആ ദുരാത്മാവ് പൗലോസ് അപ്പോസ്തലനെ ശല്യപ്പെടുത്തി. പൗലോസ് അപ്പോസ്തലന് ശുശ്രൂഷയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടായപ്പോൾ പൗലോസ് അപ്പോസ്തലൻ തിരിഞ്ഞ് അവളിലുള്ള ആ ദുരാത്മാവിനോട് കൽപ്പിച്ചു. അവൻ തിരിഞ്ഞ് അവളിൽ ആത്മാവിനോട് പറഞ്ഞു, അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. ആ ക്ഷണത്തിൽ ആ ദുരാത്മാവ് വിട്ടൊഴിഞ്ഞു പോയി. അപ്പോസ്തല പ്രവർത്തനം 16-18 നാം ഇത് വായിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവും അപ്പോസ്തലന്മാരും ചെയ്തത് ഇങ്ങനെയാണ്. യേശുവിന്റെ കാലത്ത് അപ്പോസ്തലന്മാരുടെ കാലത്തുള്ള വിശ്വാസികൾക്കും ഈ അധികാരം പകർന്നു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്കും ഈ അധികാരം പകർന്നു കിട്ടിയിരിക്കുന്നു. വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ പലതരത്തിലുള്ള പൈശാചിക ശല്യങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവൻ അദ്ദേഹത്തിന് ഒരു വഴി പറഞ്ഞു കൊടുത്തു. അതനുസരിച്ച് അദ്ദേഹത്തിന്റെ ദുഷ്ടാത്മ പീഡയുണ്ടായ സമയത്ത് അദ്ദേഹം പറഞ്ഞു, പിശാചേ, നിന്റെ വായൊന്ന് പൊളിച്ചേ, ഞാനൊന്ന് മൂത്രം ഒഴിക്കട്ടെ. ആ ക്ഷണം ജോസഫ് കുപ്പർത്തീനോയെ അലട്ടിയിരുന്ന പൈശാചിക പുഴകൾ കൂട്ടത്തോടെ ഓടിപ്പോയിരുന്നതായി അദ്ദേഹത്തിന്റെ ജീവചരിത്രം നമുക്ക് വായിക്കാൻ പറ്റും. പിശാചിനെ ശാസിക്കാൻ, പിശാചിനെ കളിയാക്കാൻ, അവനെ നാണം കെടുത്താൻ, അവനെ ഭർസിക്കാൻ, അവനോട് കൽപ്പിക്കാൻ, അവനെ നിർവീര്യമാക്കാൻ, അവനെ ചവിട്ടിമതിക്കാൻ ഉള്ള അധികാരം ഒരു ദൈവ പൈതലിന്റെ മേൽ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതൽ സാത്താന്യ ശക്തികളെ ഭയപ്പെടാനുള്ളവനല്ല, പിന്നെയോ അതിന്റെ മേൽ വിജയം ആഘോഷിക്കാൻ കർത്താവിനാൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. അതുകൊണ്ട് ഹെബ്രായ ലേഖനത്തിൽ ഒരു ദൈവ പൈതലിന് ദൈവം നൽകുന്ന നിർദ്ദേശം 13-ാം അധ്യായം 7-ാം വാക്യത്തിലുണ്ട്. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളുടെ നേതാക്കന്മാരെ നിങ്ങൾ ഓർക്കുവിൻ.
അവരുടെ ജീവിതചര്യയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം നിങ്ങൾ അനുകരിക്കുവിൻ. നിങ്ങളുടെ പിതാക്കന്മാർ, നിങ്ങളുടെ പൂർവികർ, നിങ്ങളുടെ മുൻഗാമികൾ വിശ്വാസത്തോടെ അന്ധകാര സേനകളെ എതിരിട്ട് ചവിട്ടിമതിച്ച് നടന്നെങ്കിൽ നിങ്ങളും അതുപോലെ തന്നെ വിജയം ആഘോഷിക്കണം. അവരുടെ വിശ്വാസം അനുകരിച്ച് നിങ്ങളും ശക്തിയിലിരിക്കുവിൻ. ഹല്ലേലൂയ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഈ നിമിഷം ഓരോ മകന്റെ മേലും മകളുടെ മേലും സ്വർഗത്തിന്റെ ശക്തി അതിശയകരമായി പ്രവഹിക്കട്ടെ. ദുർബലർ ശക്തി പ്രാപിക്കട്ടെ. തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ഓ പിതാവേ, പരിശുദ്ധാത്മ ശക്തിയാൽ ഇപ്പോൾ ബലപ്പെടുത്തണമേ. ഭയത്തിന്റെ കോട്ടകൾ ഇപ്പോൾ തകർന്നടിഞ്ഞു പോകട്ടെ. ഓരോ മകനിലും ഓരോ മകളിലും ഓരോ കുടുംബത്തിലും ഇപ്പോൾ പീഡയായി നിൽക്കുന്ന എല്ലാ ദുർപീഡകളും പൈശാചിക പീഡകളും നിർവീര്യമാകട്ടെ കർത്താവേ. ഓരോ മകനും ഓരോ മകൾക്കും സാത്താനെ ചവിട്ടിമതിക്കാൻ, അതിനോട് കൽപ്പിക്കാൻ, അവനെ കളിയാക്കാൻ, അവനെ പരിഹസിക്കാൻ, അവന്റെ ശക്തിയെ നിർവീര്യമാക്കാൻ, ശത്രുവിന്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ അധികാരം നിറയട്ടെ. ഹൃദയം ഉജ്ജ്വലിക്കട്ടെ. ഭയം വിട്ടുപോകട്ടെ. ധൈര്യം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. തിരുവൾത്താരയിൽ ഞങ്ങൾ അണയുന്നു നിൻ സന്നിധി. ആരാധനാസ്തുതി യേശുവേ, ആത്മാവിനാനന്ദദായക. തിരുവൾത്താരയിൽ ഞങ്ങൾ അണയുന്നു നിൻ സന്നിധിയിൽ. ആരാധനാസ്തുതി യേശുവേ, ആത്മാവിനാനന്ദദായക. ദിവ്യകാരുണ്യ രൂപനായ ഈശോ, സകല ശക്തികളുടെ മേലും അധികാരമുള്ള സ്വർഗാദി സ്വർഗങ്ങളുടെ സകല ആധിപത്യങ്ങളും നൽകപ്പെട്ടിരിക്കുന്ന ഈശോ ഇതാ ദിവ്യകാരുണ്യ രൂപനായി നമ്മുടെ മുമ്പിൽ. ഈ നിമിഷം എല്ലാ ദൈവമക്കളും കരങ്ങൾ ഉയർത്തി അവരവരുടെ ഹൃദയവ്യഥകളും കുടുംബ പ്രശ്നങ്ങളും സമർപ്പിച്ച് യേശുവിനെ വിളിക്കുക. മകനെ, മകളെ, ഇപ്പോൾ നീ ആയിരിക്കുന്ന ഇടത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതമുണ്ട്, അവിടെ ദൈവശക്തിയുണ്ട്, അവിടെ യേശുക്രിസ്തു നിന്റെ അരികിൽ വന്നിനെ തൊട്ട് സുഖപ്പെടുത്തും. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി എല്ലാവരും ഉറക്കെ യേശുവിനെ വിളിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, സുഖപ്പെടുത്തണമേ കർത്താവെ. ഇപ്പോൾ ആയിരിക്കുന്ന ഓരോ മകനെയും ഓരോ മകളെയും രോഗത്തിൽ നിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഇപ്പോൾ രോഗികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മേൽ കൈകൾ വെച്ച് യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഭവനത്തിൽ രോഗികളായി കിടക്കുന്ന മക്കളുടെ മേൽ കൈകൾ വെച്ച് സൗഖ്യത്തിന് വേണ്ടി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ഇതാ സ്വർഗത്തിന്റെ ശക്തി വാഗ്ദത്ത പ്രകാരം ദൈവമക്കളുടെ മേൽ പ്രവഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, പലതരത്തിലുള്ള ആത്മീയ ബന്ധനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ, മദ്യപാനം, പുകവലി, ചീട്ടുകളി, പലതരത്തിലുള്ള ദ്രവ്യാഗ്രഹങ്ങൾ, ദുർവൃത്തി, അശുദ്ധി, പലതരത്തിലുള്ള ലോകമോഹങ്ങൾ ഇവയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മക്കളെ അങ്ങയുടെ നാമത്തിൽ കെട്ടുകളടിച്ച് വിടുവിക്കുന്നു. വിശ്വാസം, പ്രാർത്ഥന, ഈ മേഖലകളിൽ മരവിപ്പ് അനുഭവപ്പെടുന്ന മക്കൾക്ക് വിശ്വാസ മേഖല മരവിപ്പ് വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ മണ്ഡലത്തിലുള്ള മരവിപ്പ് വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കൂദാശകളിലെ വിശ്വാസം നഷ്ടപ്പെട്ട മക്കൾക്ക് ഇപ്പോൾ വിശ്വാസ അഭിഷേകം ലഭിക്കട്ടെ. അന്ധകാര പീഡകളിരിക്കുന്നവരിൽ നിന്ന് അന്ധകാര പീഡകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. മക്കളില്ലാത്ത കുടുംബങ്ങളുടെ മേൽ ദൈവശക്തി പ്രവഹിച്ച് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, വിധവകളായ മക്കളെ സമർപ്പിക്കുന്നു. കുടുംബത്തിൽ ആരും പോലും ഇല്ലാതെ വാർദ്ധക്യ പീഡ അനുഭവിക്കുന്നവരെ പ്രത്യേകം സമർപ്പിക്കുന്നു. രോഗികളായി കിടക്കയിൽ കിടക്കുന്നവരെ പ്രത്യേകം സമർപ്പിക്കുന്നു. അനാഥരായ ബാലികാബാലന്മാരെ സമർപ്പിക്കുന്നു. അവിടുന്ന് ഇപ്പോൾ തുടരണമേ കർത്താവെ. മനസ്സിൽ ദുഃഖഭാരത്തോടെ ഇരുന്ന് കരയുന്നവരെ ഈശോയെ സ്പർശിക്കണമേ. ഇപ്പോൾ പൊട്ടിക്കരഞ്ഞ് കണ്ണുനീരോടെ അങ്ങേ നോക്കി യേശുവേ എന്ന് വിളിക്കുന്ന ഓരോ മകനെയും ഓരോ മകളെയും യേശുവേ, യേശുവേ, യേശുവേ അവിടുന്ന് സ്പർശിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ. തിരുവൾത്താരയിൽ ഞങ്ങൾ അണയുന്നു